വിദ്യാഭ്യാസ വകുപ്പ് SLC പരീക്ഷ കൃത്യമായി നടത്താൻ എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടി മോർണിംഗ് ഷോയിൽ ചേരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ. SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ആശംസകൾ. യാതൊരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ മറ്റ് ടെൻഷനോ ഇല്ലാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ സമയമെടുത്ത് തന്നെ ചോദ്യപേപ്പർ വായിച്ച് മനസ്സിലാക്കി അതിൽ ഏറ്റവും എളുപ്പം ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം തന്നെ എഴുതുവാനും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കാനും ആ നിലയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഉത്കണ്ഠയും ഇല്ലാതെ വളരെ ശാന്തമായി പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുവാൻ കഴിയുന്ന നിലയിൽ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങളും അതനുസരിച്ച് പഠിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. താങ്ക് യു മന്ത്രി വി ശിവൻകുട്ടി. യഥാർത്ഥത്തിൽ ഇന്ന് SLC എഴുതുന്ന കുട്ടികൾക്ക് പലർക്കും നല്ല ടെൻഷൻ മാതാപിതാക്കൾക്കാണെന്ന് ചില പ്രേക്ഷകർക്ക് എഴുതുന്നുണ്ട്. അത് വളരെ ശരിയാണ്. കുട്ടികളെക്കാളും ടെൻഷൻ കുട്ടിയുടെ മാറാത്ത മാതാപിതാക്കൾക്കാണ്. അവർക്കങ്ങ് ടെൻഷനാണ്. കുട്ടികൾ പോയി പരീക്ഷ എഴുതുമോ എഴുതത്തില്ലേ, കുട്ടികളെ അവരുടെ പാട്ടിന് വിടുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതട്ടെ. അപ്പോൾ ഇന്ന് ഒരു യഥാർത്ഥ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നൊരു വീട്ടിലേക്ക് നമ്മുടെ വിനിത VG കടന്നു ചെല്ലുന്നു. ഹായ് വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, കുട്ടികൾക്കെല്ലാം ആശംസകളൊക്കെ നേർന്നോ? പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും നമ്മളിപ്പോ അമീഘ എന്ന് പറയുന്ന ഒരു കുട്ടീന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ രാവിലെയാണ് 9:30ക്കാണ് പരീക്ഷ ഇന്ന് ആരംഭിക്കുക. അതിനു മുൻപ് അവസാനവട്ട പഠിത്തത്തിലാണെന്ന് തോന്നുന്നു. ഇന്ന് 1ാം ഭാഷയാണ്, മലയാളമാണ്. എങ്ങനെയാണ് എല്ലാം കവർ ചെയ്തോ? ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാൻ മാത്രമേ സമയമുള്ളൂ. നേരത്തെ തന്നെ എങ്ങനെയാ പഠിത്തമൊക്കെ എങ്ങനെയാണ്? നമ്മള് കൃത്യമായി ടൈം ടേബിൾ ഒക്കെ വെച്ച് അങ്ങനെ തന്നെയല്ലേ? എല്ലാ പോർഷൻസും കവർ ചെയ്തു. വളരെ നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോ SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു കുട്ടികളാണ് പരീക്ഷ എഴുതുന്നതെങ്കിലും അവരുടെ മാതാപിതാക്കൾക്കാണ് ഒരു ടെൻഷൻ എന്ന് തോന്നുന്നു. ഇപ്പോ അമീകയുടെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ്, ടെൻഷൻ ഉണ്ടോ? മോളവിടെ കൂളായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ നാളും പറഞ്ഞ ആള് രാവിലെ പഠിത്തമൊക്കെ നോക്കാനായിട്ട് ഒപ്പം ഇരിക്കുന്നതാണ്. അതെ അതെ അതെ. രാവിലെ എണീപ്പിച്ചു ഒപ്പം പഠിക്കാൻ വേണ്ടി? അതെ, എഴുന്നേപ്പിച്ചു. രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന ആള്. 9:30ക്കാണ് പരീക്ഷ. അപ്പൊ എങ്ങനെയാ സ്കൂളിൽ കൊണ്ടുവിടുമായിരിക്കും? ഇല്ല, നടന്നു പോയിക്കോളൂ. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂളാണ്. മിടിക്കല്ലേ? അതെ 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 അതെ. ടെൻഷനൊന്നും വേണ്ട, അമിക നന്നായിട്ട് പരീക്ഷ എഴുതും. അതെ അതെ എന്നാണ് വിശ്വാസം. എങ്ങനെയാ, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ? ഇന്നലെ രാത്രിയൊക്കെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ തലേ ദിവസം രാത്രി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, എല്ലാ പരീക്ഷ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെയൊക്കെ കഴിഞ്ഞു? അവരൊക്കെ വിളിച്ചിരുന്നു? ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു പഠിച്ചോന്നൊക്കെ ചോദിച്ചു. എല്ലാരും പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് പരീക്ഷ കഴിഞ്ഞ് ഇനിയിപ്പോ 26 വരെയാണ് പരീക്ഷയുള്ളത്. മറ്റ് 25ാം തീയതി വരെ മറ്റ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. മിക്കതും അത്യാവശ്യം എല്ലാം കവർ ചെയ്തു. എത്ര മണിക്ക് ഇറങ്ങാറായോ? ഇല്ല, ഇന്ന് 8:15 എത്ര സ്കൂളിൽ. അപ്പോ പഠനം നടക്കട്ടെ. താങ്ക് യു. SKN സൂചിപ്പിച്ചതുപോലെ അമികയുടെ അച്ഛനാണ് ഒരു കുറച്ച് ടെൻഷനായിട്ടുള്ളത്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, മകൾ നന്നായി തന്നെ പരീക്ഷ എഴുതും എന്നുള്ളത്. ഏതാണ്ട് എല്ലാ പോർഷൻസും കവർ ചെയ്തു. ഇത് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാര്യം. ഇവിടെ അടുത്ത് തന്നെയാണ് അമികയുടെ സ്കൂൾ. ഇപ്പോൾ 9:30ക്കാണ്, കൃത്യം 9:30ക്ക് ഇന്ന് പരീക്ഷ ആരംഭിക്കും. 1ാം ഭാഷ, അതായത് മലയാളമാണ് ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെയുള്ള പരീക്ഷ. അമീകയ്ക്ക് മലയാളമാണ് പരീക്ഷ. 1ാം ഭാഷയുടെ പരീക്ഷയാണ് ഇന്ന് തുടങ്ങുന്നത്. ഏതാണ്ട് 4,27,000 കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ചൂടുകാലമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷാ ചൂടിന്റെയും കൂടി കാലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതത് സ്കൂളുകൾ അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ലധികം സെന്ററുകളിലായാണ് ഇന്ന് പരീക്ഷകളൊക്കെ തന്നെ നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു വിനിത VG. പരീക്ഷ എഴുതുന്ന കുട്ടിക്കും ആശംസകൾ. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. അപ്പോൾ കുട്ടികൾക്ക് പഴയതുപോലെ ഒരു ടെൻഷനൊന്നുമില്ല എന്ന് പല പ്രേക്ഷകരും എന്നെ ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികളുമായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പമുള്ളത് എന്നെക്കാളും പ്രേക്ഷകർക്കാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ടെൻഷൻ കുറവാണ്. ടെൻഷൻ കുറവുള്ള കുട്ടികളോട് എനിക്ക് വല്ലാത്ത സ്നേഹവും വാത്സല്യമുണ്ട്. അപ്പോൾ വളരെ ധൈര്യത്തോടെ, വർദ്ധിത വീര്യത്തോടെ പോയിട്ട് എഴുതി തയ്യാറാക്കി പോരുക.